Same sort of style. അവസാനം കുറേ ഉണ്ടല്ലോ. Well, we can't sell them, I'm afraid. Oh, this is a really nice lens. Well, it's on the top shelf, more of a display thing, really. But for anybody who wants it, എന്തല്ല we'll sell it for a few quid. But we don't really want. Can't I replace it with one of the... Okay. I can't get anywhere on the train. You pull it. pull this till it clicks. Okay. Takes in. Alright, do you want to say hi to my vlog? Usually 20 What's your name? Jason. in terms of getting things back to Jason. Jason. Yeah. Jason, that's a nice name. Nice to meet you. No. pay. ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു സ്ഥലമായിരിക്കാം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഖ്യാതമായ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള എത്തിഹാദ് സ്റ്റേഡിയമാണ്. എത്തിഹാദ് എന്നുള്ളത് കഷ്ടിക്ക് അവിടെ കാണാം, പക്ഷെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താലേ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി കിട്ടുള്ളൂ എന്നാണ് പറയണത്. സോ നോക്കട്ടെ. പാർക്കിംഗ് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പാർക്കിംഗ് കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അകത്ത് ജിജിത്തേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് അകത്ത് കയറി വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത് കാണാം ഒന്ന് അടുത്ത് പോയിട്ട്. ഞാൻ ആക്ച്വലി മാഞ്ചസ്റ്റർ സിറ്റി കളികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കിഷ്ടമാണ് മാൻ സിറ്റി. ഞാൻ കാരണം ഫിഫയിൽ കളിക്കണ സമയത്ത് എൻ്റെ മേജർ ടീം മാൻ സിറ്റി വെച്ചിട്ട് കളിക്കുക. കാരണം എൻ്റെ വേർഷനിൽ എൻ്റെ കയ്യിലുള്ള ഫിഫ വേർഷനിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീം മാൻ സിറ്റിയാണ്. പിന്നെ ഞങ്ങൾക്ക് കളിക്കാനും ഹോളണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല രസമായിട്ട് കളിക്കാൻ രസമുള്ളൊരു പരിപാടിയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കളിക്കാരാണോ ക്ലാപ്പ് ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എത്തിഹാദ് സ്റ്റേഡിയം, ഒഫീഷ്യൽ സ്റ്റേഡിയം. ഇവർക്ക് കിട്ടിയിട്ടുള്ള കപ്പുകളാണെന്ന് തോന്നുന്നല്ലേ. FA കപ്പ്, ലണ്ടൻ ചാമ്പ്യൻസ് ലീഗ്, സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, പ്രീമിയർ ലീഗ്, ഓൾമോസ്റ്റ് എല്ലാ കപ്പും കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക്. നിങ്ങൾ കാണാറുണ്ടോ ഇവരുടെ കളി? ഞാനങ്ങനെ അത്ര വലിയൊരു ഫുട്ബോൾ മാച്ച് കാണുന്ന ടൈപ്പില്ല. അവിടെ എന്തോ പിള്ളേരുടെ ചിലപ്പോൾ ജൂനിയർ ടീമായിരിക്കും ഇവരുടെ. ഓ, ഇവിടുത്തെ ക്ലോസിങ് സെറമണി ഒരു സമ്മർ പ്രോഗ്രാമിൻ്റെ കയ്യൊക്കെ അടിച്ച് എല്ലാവരും കയറ്റുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈക്ക് വെക്കേഷൻ, എനിക്ക് തോന്നുന്നു സമ്മറിൽ എന്തോ ഒരു ക്യാമ്പോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഇവരുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒഫീഷ്യൽ ഇതിൽ തന്നെ കോച്ച് ചെയ്യാൻ പിള്ളേരെ പറ്റും. അപ്പോൾ അതിൻ്റെ പിള്ളേരെല്ലാവരുടെയും കോച്ചിങ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അവർ മറ്റേ ക്ലോസിങ് സെറമണി കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് ചുറ്റും പാരൻസൊക്കെ നിന്ന് കൈയടിക്കുന്ന വിഷയം എന്ത് രസമാണല്ലേ. ലൈക്ക് അതൊന്ന് ആലോചിക്കുക, പിള്ളേരുടെ ഫീല് അവർ കണ്ട് വളർന്നിട്ടുള്ള ആ സ്റ്റേഡിയത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ ഇതിൽ തന്നെ ഒഫീഷ്യൽ ഇതിലായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രേസി. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റേഡിയം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഓൾഡ് ട്രഫോർഡ് സെൻറ്റർ അല്ലല്ലോ, ട്രഫോർഡ് സെൻറ്റർ. അത് മാഞ്ചസ്റ്ററിലെ ഒരു വലിയ ഷോപ്പിംഗ് ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരുപാട് പരിപാടികൾ തന്നെയുണ്ട്. ഭയങ്കരമായിട്ട് വിസ്തരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ സൈഡിലോട്ട് പോയി അറ്റം വരെ പോകുന്നൊരു ബിൽഡിങ്ങാണ്. എൽമിയ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ടാ ഗൈസ്. വേണ്ട, പോണ്ട.
Wow, so many pastries, guys. ഞങ്ങൾ കിലോ വെട്ടിക്കാനത്തേക്ക് വന്നിട്ട് അതിൻ്റെ സാധനം കഴിച്ചത് എത്ര ഇതിന്? 600 രൂപ. Wow. വേണ്ട. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പേസ്ട്രി ഷോപ്പിൽ നിന്ന് കുറച്ച് മാക്കറോൺസ് മേടിച്ചായിരുന്നു. കളറിൽ ഇവിടെ ഉണ്ട് ഇപ്പൊ കഴിക്കാനുള്ളതെന്ന് വെച്ച് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. Elmia, give me. Thank you. I am personally not a fan of macarons. And I really don't understand ഈ സാധനത്തിന് എന്തിനാ ഇത്ര വില എന്നുള്ളത്. നമ്മുടെ നാട്ടിലും മാക്രോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാ. ക്രിസ്റ്റോ, ഹൗ ഇസ് ഇറ്റ്? ഉറക്കെ പറയാൻ നല്ല കേക്കോളൂ. എൽമിയ, ഹൗ ഇസ് ഇറ്റ്? മറ്റേ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം കാണിക്കടേ. അച്ചാച്ചനെന്താ അച്ചാച്ചനെന്താ That only took like 15 minutes. 15 മിനിറ്റത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ആ ഒരു ഫൗണ്ടൈൻ്റെ മുകളിലോട്ട് പോകുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. എനിക്ക് കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് പ്രാങ്കിങ്ങോ വീഡിയോ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഓക്വേർഡ് ആവുന്നുണ്ട് ആൾക്കാർ നോക്കുന്ന സമയത്ത്. ഒന്നാമത് സായിപ്പന്മാരും മതന്മാരുമാണ്, നമ്മളെ ലൈക്ക് ബാധിക്കുന്ന കാര്യമല്ല, പരിചയമുള്ള ആരും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് വിയേർഡ് ഫോർ മീ. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് ടൈം മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ 2-3 സ്റ്റോറുകളിൽ കയറിയ സമയത്ത് വെഡ്ഡിങ്ങിന് ലൈക്ക് അയർലൻഡിലെ കല്യാണത്തിന് വേണ്ടിയിട്ട് വി ആർ ഓൾ വെയറിങ് സ്യൂട്ട്സ്. അപ്പോൾ നമുക്ക് ടൈം മേടിക്കണം. ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചു, പക്ഷെ അത് വലിയ സുഖമില്ല. അപ്പോൾ ഈ ട്രഫോർഡിൽ വന്നിട്ട് കുറേ സ്റ്റോറുകളിൽ മാറി മാറി കയറിക്കൊണ്ടിരിക്കുക. ചില കടകളിൽ കയറുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളങ്ങനെ ടൈ യൂസ് ചെയ്യാത്തത് കൊണ്ട് വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു 60 pounds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 7,000 rupees അടുത്തുണ്ട്. 7,000 രൂപ കൊടുത്തിട്ട് ഒരു വൺ ടൈം യൂസിന് വേണ്ടി ടൈ ഒക്കെ മേടിക്കുന്നത് കുറച്ച് ആർഭാടമായതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ്, നോക്കുവാണ്. സോ ഐ തിങ്ക് ഒരു 20 pounds കിട്ടുമെന്ന് പറയാനുണ്ട് ഇതിൻ്റെ അകത്ത്. ജനറലി ഇതിൻ്റെ അകത്തുള്ള സ്റ്റോറുകൾക്ക് കുറച്ച് വില കൂടുതലാണ് സാധനങ്ങൾക്ക്. അതേ ടെറേറിയം വീട്ടിൽ വളർന്ന മേടിച്ച് വെച്ചിട്ടുണ്ട്. ടെറയൊക്കെ ഇതൊക്കെ എന്ത് വിലയുണ്ട്? 11,000 രൂപ. ടെറേറിയം വേണോ? ഓ മറ്റേ ഇതല്ലേ ഇത് ആന്തൂറിയം. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ടൈയുടെ സെക്ഷനിലെത്തി. ഇങ്ങനെ പല കളറുകളിലുള്ള ടൈസ് ഉണ്ട്. എൽമിക്ക് ഏത് ടൈയാണ് വേണ്ടേ? എൽമി ഇന്നലെ രാത്രി ഉറക്കം ശരിയാവാത്തോണ്ട് ഭയങ്കര ഒരു ബാഡ് മൂഡിലാണ്. ക്രിസ്തുവിന് ഏത് ടൈയാണ് വേണ്ടേ? വിച്ച് ടൈ ഡു യു വാണ്ട്?
ഇത് രസമുണ്ട്, ഇത് നല്ലത്. ദിസ് ഇസ് മച്ച് ബെറ്റർ. മാച്ച് ആവണത് ഇതാണോ? ആ, ഓക്കെ. ഇത് ഡാർക്കാ. അപ്പോൾ അതെടുത്ത് വന്നോ. എത്രയായിരുന്നു? ഞാനിത് എടുത്തത് കേട്ടോ ഗൈസ്. ഈ ഒരു ബോട്ടൈ എടുത്തു. ബോട്ടൈ. സോ വി ഗോണ ഗെറ്റ് ദിസ് വൺ. ദിസ് ഗോസ് ഫോർ 16 pounds. 16 poundsൻ്റെ എല്ലാ പക്ഷേ ഞാൻ catch that. 16 poundsൻ്റെ ഞാൻ ഇതാണ് എടുത്തത്. ദിസ് ഗോസ് ഫോർ ഓൾമോസ്റ്റ് 20 pounds. 20 pounds എന്ന് പറഞ്ഞാൽ ഒരു 2200 രൂപയുടെ അടുത്തുണ്ട്. ഞാനിവിടെ ചെയറിലിരിക്കുന്നുണ്ടേ. സോ ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ടൈം മാറ്റി ബോട്ടൈ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ടൈ എടുത്തു. ഇത് ആകുമ്പോൾ കുറച്ച് തിളക്കമൊക്കെ ഉണ്ട്. ഇതിന് വരുന്നത് എത്രയാണ്? ദിസ് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. 12.25 ആയിരുന്നു, പക്ഷേ 50% ഓഫ് ഉണ്ട്. ആൻഡ് ദർ ഇസ് ലൈക്ക് കുറച്ച് ഗ്ലിറ്ററിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ബോട്ടൈ ചെക്കൻ ബോട്ടൈ ഇടണമെങ്കിൽ ഞാനും ബോട്ടൈ ഇട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടൈയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ട്രഫോർഡ് സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ ഫസ്റ്റ് തന്നെ വരുന്നത് മുഴുവൻ മറ്റേ ഫുഡ് കോർട്ടും അങ്ങനെ കുറേ ബ്രാൻഡഡ് ഫുഡ് സ്പേസസൊക്കെയാണ്. ഒരു ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു എൻട്രൻസാണ്. വാവ്, ലുക്ക് അറ്റ് ദ ഷാൻലിയർ. ഓ എൻ്റെ മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും വലിയ ഷാൻലിയർ ആയിട്ടാണ്. അതുപോലെ ഇവിടെ ഒരു നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു സ്റ്റെയർ കേസും ഉണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് തോന്നുന്നു എന്തോ ഗ്രീക്കോ അങ്ങനത്തെ എന്തോ ഒരു സ്റ്റൈലിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ലൈക്ക് എൻ്റെ പേഴ്സണൽ ഐ ഫീൽ ലൈക്ക്. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സൺലൈറ്റ് അകത്തോട്ട് വരുന്ന രീതിയിലുള്ള വിൻഡോസും സീലിങ്സും. പിന്നെ ഫുഡ് കോർട്ട്സാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ ലൈക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകൾ KFC, പിസ്സ ഹട്ട് തൊട്ട് ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കിടിലൻ ബ്രാൻഡുകളുണ്ട്. ക്രിസ്തുവിന് എങ്ങനെയെങ്കിലും ഇപ്പോൾ ലെഗോലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ലൈക്ക് സ്പേസ് ഉണ്ട്. ലെഗോലാൻഡ് മാത്രമല്ല, കുറേ പിള്ളേർക്ക് പറ്റിയ ഏരിയകളുണ്ട്. 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുക. അപ്പോൾ ക്രിസ്തുവിന് എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തണം എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഇപ്പോഴത്തെ ആവശ്യം. പക്ഷേ അങ്ങോട്ട് പോവാത്തതിൻ്റെ വിഷമത്തിലാണ് പുള്ളി നടക്കുന്നത്. നമ്മളൊരു കോൺഡോഗും ട്രൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പോൾ അതേ ഗെറ്റ് KFC. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കൊറിയൻ സ്റ്റൈലിലുള്ളൊരു കോൺഡോഗും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരെന്താ? ഐ കാൺ റീഡ് ദിസ്. നമ്പർ 1 കൊറിയൻ സ്ട്രീറ്റ് ഫുഡാണ്. നമ്മുടെ KFCയും കോൺഡോഗും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ചിക്കൻ ടെൻഡേഴ്സ് ഫ്രം എന്താ ഇംഗ്ലണ്ട് KFC. Look at that. നാട്ടിലെ പോലെ സ്പൈസി അല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അതിനെടുത്ത് പറയാൻ പറ്റുള്ള ലൈക്ക് എന്താ വ്യത്യാസം എന്നുള്ളത്. കുറച്ച് സോൾട്ടിയാണ്, അതായത് നാട്ടിലേക്കാൾ ഉപ്പ് കൂടുതലുണ്ട്. പിന്നെ ഇവർ കൊടുക്കുന്നത് ഹൈൻസിൻ്റെ കെച്ചപ്പാണ്. ഇനി നമ്മൾ വെറൈറ്റി ആയിട്ടൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. ദിസ് ഇസ് ആ കൊറിയൻ റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്തതാണ്. ദിസ് ഇസ് എ കോൺഡോഗ്. ഇതിൻ്റെ പുറത്ത് കണ്ടിട്ട് ഒരു മാതിരി മറ്റേ മാഗി നൂഡിൽസ് കൊടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ട്രൈ. യെസ്, നേരത്തെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ ബിൽഡിംഗ് പണിതിട്ടുള്ളത്, ഇതിൻ്റെ എൻട്രൻസ് പണിതിട്ടുള്ളത് ഒരു കപ്പലിൻ്റെ പോലെ. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് കപ്പലിൻ്റെ ബ്രിഡ്ജും, പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്നത് നമ്മുടെ മറ്റേ അപകടമൊക്കെ പറ്റുന്ന സമയത്ത്
ലൈഫ് ബോട്ടായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ബോട്ടുകളും ബ്രിഗും അങ്ങനെ ലൈക്ക് മെയിൻ ബ്രിഡ്ജും സാധനങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ നക്ഷത്രങ്ങൾ പോലെ ഇരിക്കണത്. ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള മിക്കവാറും സ്റ്റോറുകളും ഇത് ഡിസൈൻ ചെയ്തത് പല രാജ്യങ്ങളിലെ സ്ട്രീറ്റ്സിനെ മിമിക് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് അറബിക്, ഇതൊരു ഇറ്റാലിയൻ വൈബുള്ള പിസ്സേരിയയും, പിന്നെ ഇവിടെ വരുമ്പോൾ ഗ്രീക്ക്, അങ്ങനെ ഓരോ രാജ്യത്തെ റെസ്റ്റോറൻറ്റ്സിന് അവരുടേതായിട്ടുള്ളൊരു വൈബിലാണ് അവർ ഡിസൈൻ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. Wow, this place is huge, man. ഷെയ്ക്കാനോട് കീറിച്ചു. എൽമിക്ക് സ്വിം വേണോ? എൽമോ സ്വിം വേണോ? ചോക്ലേറ്റ് തൊട്ട് പിടിച്ചതാ. ചോക്ലേറ്റ് ഇല്ലാത്ത ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഓവർ പവർ ചെയ്യും. ചോക്ലേറ്റ് വേറെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. മാംഗോ യമ്മി, അടിപൊളിയല്ലേ? നമ്മൾ ഇത് ഇതുവരെ ട്രൈ ചെയ്തല്ലേ? മുമ്പ് ആരോ പറഞ്ഞു ഇത് ഭയങ്കര പുളിയാന്ന് പറഞ്ഞു. പിടിച്ചത് വിടാൻ പറഞ്ഞപ്പോ വിട്ടില്ല, അങ്ങനെ വിടെടുത്തിട്ടാ. ഇവിടെ പിടിക്കേ, എന്നിട്ട് ആ കൈ വിട്. അങ്ങനെ ഓൾമോസ്റ്റ് വി സ്പെൻഡ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. ആൻഡ് സാധനങ്ങൾ മേടിക്കാനുള്ളത് മേടിച്ചു, ഫുഡ് കഴിച്ചു, ആൻഡ് വി വാക്ക്ഡ് അറൗണ്ട് എ ലിറ്റിൽ ബിറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നൈസ്. നൗ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് പരിപാടികൾ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീ യു ഗൈസ് ലേറ്റർ. സീ യു ലേറ്റർ ആൽക്കേരോ. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2:30 in the afternoon. നല്ല ചൂടായിട്ടുണ്ട് പുറത്ത്. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം, 34. കാറിൻ്റെ അകത്ത് 34 ആകുമ്പോൾ പുറത്ത് എങ്ങനെ പോലെ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. നല്ല രസമുള്ള, രസമില്ലാത്ത ചൂടാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ട്രഫോർഡ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. ദിസ് ഇസ് ട്രഫോർഡ് സെൻറ്റർ, മാഞ്ചസ്റ്റർ. ട്രഫോർഡ് സെൻറ്റർ എനിക്ക് ഇത്ര വലിയ എന്താ പറയുക ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല. റോസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കയറ്റി വെച്ചോണ്ടായിരിക്കും ചിലപ്പോൾ. കുഴപ്പമില്ല. ഈ ലുലുവും
ഇപ്പോൾ ഫോറം മോൾ എല്ലാ മോളും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചൊരു കുറച്ചുകൂടി വലിയ ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്നൊരു മോളാക്കി കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് ഇസ് സ്ട്രാഫോർഡ് സെൻറ്റർ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ സിറ്റിയിലേക്ക് വന്ന സ്ഥിതിക്ക് ഇന്നലെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയം കണ്ടു. ടുഡേ വി ഗോണ ഗോ സീ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം. അതിൻ്റെ പേരെന്താ ഓൾഡ് ട്രാഫോർഡ് എന്നല്ലേ? ഓൾഡ് ട്രാഫോർഡ് എന്ന് പറയുന്ന സ്റ്റേഡിയം കാണാൻ വേണ്ടി നമ്മളിപ്പോൾ പോവാണ്. ദ തിങ് ഈസ് 2 സ്റ്റേഡിയത്തിൻ്റെയും അകത്ത് കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ അത് നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് അല്ലേ? എക്സ്പെൻസീവ് അല്ല അപ്പോൾ, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ ഇറ്റ് വിൽ ടേക്ക് എ വൈൽ. ഈ പിള്ളേരെയും കൊണ്ട് ഈ വെയിലത്ത് എന്തായാലും അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ ഒന്ന് പോയതിന് ശേഷം വീണ്ടും ഞാൻ സ്റ്റേഡിയം കാണാൻ വേണ്ടി വരുന്നതായിരിക്കും എക്സ്ക്ലൂസീവ്ലി. അതല്ലാതെ ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഇന്നലെ കണ്ട പോലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയം കണ്ട പോലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം കൂടി കാണാം. ദാറ്റ് ഈസ് വെയർ വി ആർ ഹെഡഡ് റൈറ്റ് നൗ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ബൈ ദ വേ. നല്ല രസമുള്ള ആകാശം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ നേരെ മുമ്പിൽ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്. മാന്യുവിൻ്റെ സ്വന്തം ഓൾഡ് ട്രാഫോർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാന്യു ഫാൻസ് ഇൻ ദ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വാവ്, ക്രിസ്ത്യാനോ റൊണാൾഡോ തൊട്ട് എന്തുമാത്രം ആൾക്കാർ കളിച്ചിട്ടുള്ളൊരു സ്റ്റേഡിയം. വെയിൻ റൂണി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അങ്ങനെ എത്ര ലെജൻസ് കളിച്ചിട്ടുള്ള സ്റ്റേഡിയം. അവരുടെ ഹോം സ്റ്റേഡിയമാണെന്ന് അറിഞ്ഞപ്പെട്ടിട്ടുള്ള സ്റ്റേഡിയം. ലോകമെമ്പാടും ഒരുപാട് ഫാൻസ് ഉള്ളൊരു സ്റ്റേഡിയം. വാവ്. ഞാൻ ആക്ച്വലി അങ്ങനെ ഫുട്ബോൾ ചെറുപ്പം തൊട്ട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളോ ഫുട്ബോൾ അധികം കളിച്ചിട്ടുള്ള ഒരാളോ അല്ല. പക്ഷേ ഐ ഡു എൻജോയ് ഫുട്ബോൾ. ഞാൻ കൂടുതലും വേൾഡ് കപ്പൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫുട്ബോൾ മാച്ചസ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ പിന്നെ മെസ്സി കാരണം ബാർസലോണയുടെ മാച്ച്, പിന്നെ ഇന്റർ മയാമിയുടെ മാച്ച്, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ അങ്ങനെ ഫുട്ബോൾ കണ്ട് വളർന്നിട്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേര് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയാണ് ഹിയർ റൈറ്റ് നൗ. This is Old Trafford Stadium of Manchester United Club. Wow. I feel nice for some reason. അത് ഞാനൊരു ഫുട്ബോൾ ഫാൻ അല്ലാതിരുന്നിട്ടും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സിറ്റിയുടെ സ്റ്റേഡിയം കണ്ടപ്പോൾ ഉള്ളതിനേക്കാളും എനിക്കൊരു ഐ ഫീൽ സംതിങ് ഡിഫറെൻറ്റ് വിത്ത് ദ സ്റ്റേഡിയം. ഇവിടെ പഴയ ഓരോ പ്ലെയേഴ്സിൻ്റെയും മറ്റേ മെയിൻ മാനേജേഴ്സിൻ്റെയും മെയിൻ മൊമെൻറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ആരാ നോക്ക്. മാച്ച് കാണണമെന്നുണ്ട്. അതായത് സിറ്റിയുടെ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ടിക്കറ്റ്സ് കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം ഓൺലൈനിൽ. ഈ അടുത്ത് എവിടെയെങ്കിലും മാച്ച് നടക്കണം, ഐ മീൻ ഈ സമയത്തെങ്കിലും മാച്ച് നടക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ഫീൽ ലൈക്ക് ദി അറ്റ്മോസ്ഫിയർ വുഡ് ബി റിയലി നൈസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് നിന്ന് അവരുടെ ഒരു ഹോം കളി കാണാൻ പറ്റുക. ഞാൻ ഒബ്വിയസ്ലി കണ്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് മാത്രമാണ് അങ്ങനെ സ്റ്റേഡിയത്തിൽ പോയി കണ്ടിട്ടുള്ളത്. ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ഐ ഹാവ്. അതായത് ഞങ്ങൾ പണ്ട് ആദ്യത്തെ സീസൺസിലൊക്കെ ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കളിയും ഞങ്ങൾ കാണാൻ പോയി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അത് ഏറ്റവും ടോപ്പിലും ഏറ്റവും താഴെയും VIP-ലും VVIP-ലും ഒക്കെ ഇരുന്ന് ഞാൻ കളി കണ്ടിട്ടുണ്ട്. ലൈക്ക് അറ്റ്മോസ്ഫിയർ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അതിനേക്കാളും വൈബായിരിക്കും. ഒഫീഷ്യൽ സ്റ്റോറിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ആക്ച്വലി കയറിയാലോ എന്ന് ആലോചിക്കേണ്ട കയറണം. എന്നാ വാ. ഓരോ കളിക്കാരുടെയും പേരിലുള്ള ജേഴ്സികൾ കിടക്കുന്നുണ്ട്. വാവ്, ഫുട്ബോൾ ജേഴ്സീസ്. ബൂട്ട്സ്, ക്യാപ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ട് എൻ്റെ കയ്യിൽ ആക്ച്വലി ഇവിടുത്തെ ഒരു സുവനിയറായിട്ട് ഉണ്ടായിരുന്നൊരു ക്യാപ്പും പിന്നെ ഒരു ഷോളും ഉണ്ടായിരുന്നു, ഒരു മറ്റേ നമ്മുടെ കഴുത്തിലിടുന്നത്. ദിസ് ഇസ് നൈസ്. ഏതെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇവിടെ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എൻ്റെ ക്യാമറ ഇപ്പോൾ ഓഫാവും. നമ്മൾ സ്റ്റോറി കയറി കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദർ ഈസ് നത്തിങ്
അങ്ങനെ എക്സൈറ്റ് ആയിക്കുന്നൊന്നുമില്ല. ജേഴ്സി ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഹാറ്റൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇതിൻ്റെ ഇവിടെ തന്നെ സെയിം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മഫ്ലറും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട് വീട്ടിൽ. വി ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് എ നൈസ് എക്സ്പീരിയൻസ് ടു സീ പ്ലേസസ് ലൈക്ക് ദിസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയം. നമുക്കിനി പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഇന്നിനി നടക്കുമെന്നറിയില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഹോട്ട്. പിന്നെ പീക്ക് ഡിസ്ട്രിക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്.